നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കോഷീസ് തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷനും കോഷീസ് തിയറത്തിൻ്റെ തേർഡ് വേർഷനുമാണ്. രണ്ട് വേർഷനിലും പറയുന്നത് എന്താ വെച്ചാൽ കോഷീസ് തിയറവും കർവ് ഹോമോട്ടോപ്പിയും തമ്മിൽ റിലേറ്റഡ് ആണ്. അതെങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നതെന്നാണ് തിയറത്തിൽ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് കോഷീസ് തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ നോക്കാം. If f from G to C is an analytic function and gamma is a closed rectifiable curve in G such that gamma is homotopic to 0, then integral over gamma f is equal to 0. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. സ്റ്റേറ്റ്മെൻറ്റിൽ ഇതാണ് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് ജിന്ന് സിയിലേക്കുള്ള ഒരു അനലറ്റിക് ഫംഗ്ഷനാണ്. ഗാമ എന്ന് പറയുന്ന ഒരു കർവ് അവിടെയുണ്ട്. അത് ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവാണ് ജിയിലുള്ള. വേറൊരു കണ്ടീഷൻ കൂടി എന്താ വെച്ചാൽ ഗാമ എന്ന് പറയുന്നത് 0 ആയിട്ട് ഹോമോട്ടോപ്പിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് എന്ന് പറയുന്നത് 0 ഈക്വൽ ആയിരിക്കും. ഇത് കോഷീസ് തിയറം തേർഡ് വേർഷൻ്റെ ഒരു ജനറലൈസ്ഡ് കണ്ടീഷനാണ്. കോഷീസ് തിയറം സെക്കൻഡ് വേർഷൻ. തേർഡ് വേർഷൻ പ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് വേർഷൻ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാവും. കോഷീസ് തിയറം തേർഡ് വേർഷൻ നോക്കാം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. If gamma naught and gamma 1 are two closed rectifiable curves in G and gamma naught is homotopic to gamma 1, then integral over gamma naught f is equal to integral over gamma 1 f for every function f analytic on G. Gamma naught ഉം gamma 1 ഉം ജിയിലുള്ള ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ്സ് ആണ്. രണ്ടും തമ്മിൽ ഹോമോട്ടോപ്പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗാമ നോട്ട് ഈസ് ഹോമോട്ടോപ്പിക് ടു ഗാമ 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻറ്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ ഗാമ 1 എഫ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് ജിയിൽ അനലറ്റിക്കും കൂടി ആയിരിക്കണം. നമുക്ക് പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൂഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഒരു ഹോമോട്ടോപ്പി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഗാമ നോട്ടിൽ നിന്ന് ഗാമ 1 ഒരു ഹോമോട്ടോപ്പി ഫംഗ്ഷൻ ക്യാപിറ്റൽ ഗാമ എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗാമ ഫ്രം ഐ ക്രോസ് ഐ ടു ജി എന്ന് പറയുന്നൊരു ഹോമോട്ടോപ്പി ഫംഗ്ഷനാണ്. ഫ്രം ഗാമ നോട്ട് ടു ഗാമ 1. ഇനി നമുക്കറിയാം I01 എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സെറ്റാണ്. ക്ലോസ്ഡ് സെറ്റ് ആയതുകൊണ്ട് അതൊരു കോമ്പാക്ട് സെറ്റാണ്. കോമ്പാക്ട് സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൈറ്റ് പ്രൊഡക്റ്റ് ഓഫ് കോമ്പാക്ട് സെറ്റ്സ് കോമ്പാക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സെറ്റാണ്. അതുപോലെ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് ഹോമോട്ടോപ്പി ഫംഗ്ഷൻ ആയതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ നമുക്കൊരു തിയറി അറിയാം. കണ്ടിന്യൂസ് ഇമേജ് ഓഫ് എ കോമ്പാക്ട് സെറ്റ് കോമ്പാക്റ്റ് ആണ്. ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഗാമ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഗാമ ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. അടുത്ത് നമുക്ക് പറയാനുള്ളത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഗാമ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഐ ക്രോസ് ഐയിലാണ്. അതൊരു ക്ലോസ്ഡ് ബൗണ്ടഡ് സെറ്റാണ്. അതുകൊണ്ട് ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്. കൺസ്ട്രക്റ്റീവ് പ്രൂഫാണ്. നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയാണ് പ്രൂവ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് റിസൾട്ട് അറിയാം. മുന്നേ പഠിച്ച റിസൾട്ടാണ്. എയും ബി എന്ന് പറയുന്നത് രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ മെട്രിക് സ്പേസ് ആണെങ്കിൽ ബി ക്ലോസ്ഡും എ കോമ്പാക്റ്റും ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് എ ബി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഗാമ ഐ ക്രോസ് ഐ എന്ന് പറയുന്നത് കോമ്പാക്റ്റാന്ന് കണ്ടുപിടിച്ചു. ജി എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. അപ്പോൾ സി മൈനസ് ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ രണ്ട് ക്ലോസ്ഡും കോമ്പാക്റ്റും ആയിട്ടുള്ള സെറ്റ്സ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? അതിൻ്റെ ഡിസ്റ്റൻസ് 6 എടുക്കുകയാണെങ്കിൽ അത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഓഫ് ഗാമ ഐ സ്ക്വയർ ആൻഡ് സി മൈനസ് ജി ഈസ് ഈക്വൽ ടു ആർ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 നമുക്ക് പറയാം. ഇനി നമ്മൾ ഗാമ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ഇവിടെ യൂസ് ചെയ്യാം. ഗാമ യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഓഫ് എസ് ടി ആൻഡ് എസ് ഡാഷ് ടി ഡാഷ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2/n ആവുന്ന സമയത്ത് ഗാമ ഓഫ് എസ് ടി മൈനസ് ഗാമ ഓഫ് എസ് ഡാഷ് ടി ഡാഷ് എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആവും. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എസ് ടിൻ്റെയും എസ് ഡാഷ് ടി ഡാഷിൻ്റെയും ഡിസ്റ്റൻസ് 2/n എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെൽറ്റയ്ക്ക് പകരമായിട്ടൊരു നമ്പർ എടുത്തതാണ്. അതിനെക്കാട്ടും കുറയുമ്പോൾ മോഡുലസ് ഓഫ് ഗാമ എസ് ടി മൈനസ് ഗാമ എസ് ഡാഷ് ടി ഡാഷ് എന്ന് പറയുന്നത് 6-നേക്കാട്ടും കുറയും നമ്മൾ പറയുകയാണ്. അതിനുശേഷം നമ്മൾ കൺസ്ട്രക്റ്റീവ് പ്രൂഫാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ട്
കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ആദ്യം നമ്മൾ സെറ്റ് ജി കെ എന്ന് പറയുന്ന ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്യണം. സെറ്റ് ജി കെ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ഓഫ് ജെ ബൈ എൻ കോമ കെ ബൈ എൻ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇങ്ങനെ വെക്കുന്ന ഒരു ഹോമോട്ടോപ്പി ആയിട്ട് നമ്മൾ സെറ്റ് ജെ കെ എന്ന് പറയുന്ന ഒരു സാധനം ഡിഫൈൻ ചെയ്യാണ്. അതേപോലെ നമ്മൾ ജെ കെ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുകയാണ്. എന്തിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണെന്ന് വെച്ചാൽ ജെ ബൈ എൻ കോമ ജെ പ്ലസ് 1 ബൈ എൻ ക്രോസ് കെ ബൈ എൻ കോമ കെ പ്ലസ് 1 ബൈ എൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ ജെ കെ എടുക്കുകയാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഈ ക്യാപിറ്റൽ ജെ കെ എടുക്കുകയാണെങ്കിൽ ഈ ജെയുടെ റേഞ്ച് പോകുന്നത് n-1 വരെയാണ്. അതായത് ജെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ ജെ പ്ലസ് 1ൻ്റെ മാക്സിമം വാല്യൂ വരാൻ പറ്റുന്നത് n ആണ്. അതുകൊണ്ട് ജെ എന്ന് പറയുന്നത് നമ്മൾ n-1 ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മളത് ഒരു ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ ജെ കെ എന്ന് പറയുന്നത് ഇങ്ങനെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന കാരണം ഇങ്ങനെ ഓരോ സെൽസിനെയാണ് നമ്മൾ അതിൽ ജെ കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ 0 എന്നുള്ള ജെ 0 എന്ന് എടുക്കുകയാണെങ്കിൽ ജെക്ക് പകരം 0യും കെക്ക് പകരം 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 1 ബൈ എൻ ക്രോസ് 0 1 ബൈ എൻ ആയിരിക്കും. അതായത് ഇവിടെ എവിടെയെങ്കിലും വരുന്നൊരു സെല്ലായിരിക്കും. അതേപോലെ ജെ n-1 എന്ന് പറയുമ്പോൾ n-1 ബൈ എൻ കോമ 1 n ബൈ എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് മാക്സിമം 1 വരെ വരത്തുള്ളൂ. n-1 ബൈ എൻ കോമ 1 ക്രോസ് n-1 ബൈ എൻ കോമ എൻ, അതായത് ഇവിടെ ഒരു സെല്ലായിരിക്കും. അപ്പോൾ ജെ കെ എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് 0 1 എന്നുള്ള ഇൻ്റർവെല്ലിനെ പാർട്ടീഷൻ ചെയ്ത് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ഓരോ സെല്ലുകളായിരിക്കും ജെ കെ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് സെറ്റ് ജെ കെയും എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ജെ കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹോമോട്ടോപ്പിയാണ്. ഹോമോട്ടോപ്പി ജെ ബൈ എൻ കോമ കെ ബൈ എൻ 0 എന്നുള്ള സെറ്റ് 0 എടുക്കുകയാണെങ്കിൽ ഗാമ 0 എന്ന് വരും. അത് നമുക്ക് ഹോമോട്ടോപ്പി ഡെഫിനേഷൻ വെച്ചിട്ട് ഗാമ നോട്ട് ഓഫ് 0 ആണ്. അതേപോലെ സെഡ് എൻ എന്ന് പറയുന്നത് ഗാമ 1 വരും. അത് ഹോമോട്ടോപ്പിയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് ഗാമ നോട്ട് ഓഫ് 1 ആണ്. അതായത് സെഡ് നോട്ടിൽ നിന്ന് സെഡ് എൻ വരെ പോകുമ്പോൾ ഗാമ നോട്ട് ഓഫ് 0 എവിടേക്കാണ് പോകുന്നത്? ഗാമ നോട്ട് ഓഫ് 1ലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു സെഡ് ജെ കെ എന്ന് പറഞ്ഞാൽ സെഡ് 0 ഗാമ നോട്ട് ഓഫ് 0യും എൻ എന്ന് പറയുന്നത് ഗാമ നോട്ട് ഓഫ് 1ഉം ആണ്. അപ്പോൾ ഇവിടെ ഗാമ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ എടുത്തു, ഗാമ 1 എന്ന് പറയുന്നത് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഓരോ സെഡ് ഐ ജെ അല്ലെങ്കിൽ സെഡ് ജെ കെ എടുക്കുമ്പോൾ അത് ഗാമ നോട്ടിനെ ഗാമ 1ലേക്ക് ഡിഫോം ചെയ്യും. ഈ ഹോമോട്ടോപ്പി ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഗാമ നോട്ടിൽ നിന്ന് ഗാമ 1ലേക്ക് ഡിഫൈൻ ചെയ്യുക വെച്ചാൽ ഗാമ നോട്ട് എന്ന് പറയുന്നൊരു കർവിനെ ഡിഫോം ചെയ്ത് ഗാമ 1ലേക്ക് എത്തിക്കുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ഹോമോട്ടോപ്പി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ സെഡ് ജെ കെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ഗാമേൻ്റെ ഒരു ഇമേജ് ആയിട്ടാണ് സെഡ് ജെ കെനെ എടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നൊരു ഹോമോട്ടോപ്പി ഫംഗ്ഷനാണ്. അത് ഗാമ നോട്ടിനെ ഗാമ 1ലേക്കാണ് ഡിഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ സെഡ് ജെ കെ സ്റ്റെപ്പിലും നമുക്ക് പറയാം സെഡ് ജെ കെ എന്താ ചെയ്യുന്നത്? ഗാമ നോട്ടിനെ ഗാമ ഐയിലേക്ക് ഡിഫോം ചെയ്യും. അങ്ങനെ ഓരോ സെഡ് ഐ എം അല്ലെങ്കിൽ സെഡ് ജെ കെനെയാണ് നമ്മൾ ഈ സർക്കിൾസ് കൊണ്ട് ഡിഫോം ചെയ്തിരിക്കുന്നത്. സെഡ് 0 എന്ന് സെഡ് എന്നിലേക്ക് വരുമ്പോൾ ഗാമ നോട്ട് എന്ന് പറയുന്ന കർവ് എന്തായി മാറും? ഗാമ 1 ആയിട്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സെഡ് ഐ കെ അല്ല, സെഡ് ജെ കെ എന്ന് പറയുന്ന സ്ക്വയറിൻ്റെ ഡയമീറ്ററാണ്. സെഡ് ജെ കെ എന്ന് പറയുന്ന സ്ക്വയറുകൾ ഇതിനകത്തുള്ള സ്ക്വയേഴ്സാണ്. സെഡ് ജെ കെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലെ ഇതുപോലെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ √2 എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. ഒരു സ്ക്വയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലാണ്. അതായത് 2 പോയിൻറ്റ്സ് തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് എവിടെയാണ് അറ്റൈൻ ചെയ്യുന്നത് ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്വയറിൻ്റെ കേസിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി, √2 എന്ന് പറയുന്നത് 2/n കുറവാണ്. നമ്മുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വെച്ച് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. ഏത് 2 പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് 2/n കുറവാകുമ്പോൾ അതിൻ്റെ ഗാമ ഇമേജ് എടുക്കുന്നതിൻ്റെ ഡിസ്റ്റൻസ് എന്തിനേക്കാളും കുറവായിരിക്കും? 6 കുറവായിരിക്കും. യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ വെച്ച് പറഞ്ഞിരുന്നു.
അപ്പോൾ ഇവിടെ നമുക്ക് ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും മാക്സിമം ഡിസ്റ്റൻസ് വരുന്നത് √2/n ആണ്. അപ്പോൾ സ്ക്വയറിനകത്തുള്ള വേറെ ഏത് പോയിൻറ്റ്സ് എടുത്താലും √2/n കുറവായിരിക്കും, അതായത് 2/n കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ യൂണിഫോം ഡെഫിനിഷൻ്റെ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഗാമയുടെ ഏതൊരു ഇമേജ് ഓഫ് ZGK അണ്ടർ ഗാമ ഓഫ് JK എടുത്താലും അതെല്ലാം ഒരു ക്ലോസ്ഡ് ബോളിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത്. അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഒന്നുകൂടി പറയാം. ZGKയുടെ ഡയമീറ്റർ, അതായത് ആ സ്ക്വയറുകളുടെ ഡയമീറ്ററാണ് √2/n. √2/n എന്ന് പറയുന്നത് 2/n കുറവാണ്. ഡയമീറ്റർ തന്നെ √2/n കുറവാകുമ്പോൾ വേറെ ഏത് രണ്ട് പോയിൻറ്റ്സ് ആ സ്ക്വയറിലെടുത്താലും അത് √2/n കുറവായിരിക്കും, അതായത് 2/n കുറവായിരിക്കും. ആ കേസുകളിൽ നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ വെച്ചിട്ട് ഇമേജ് ഓഫ് JK അണ്ടർ ഗാമ, അതായത് ഗാമ ഓഫ് JK എന്ന് പറയുന്നത് ഒരു R കുറവായിരിക്കും. R കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഗാമ JK എന്ന് പറയുന്നതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ റേഡിയസിലുള്ള ZJK സെൻറ്ററായിട്ടൊരു ബോളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും R കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു ഓപ്പൺ ബോൾ ആ റേഡിയസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ PJK എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് ക്വാഡ്രിലാറ്റർ കൺസിഡർ ചെയ്യുകയാണ്. PJK എന്ന് പറയുന്ന ക്വാഡ്രിലാറ്റർ ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററിലാണ് PJK എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ വെർട്ടിസസ് ആയിട്ട്, അതായത് എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് എടുക്കുന്നത് ZJK, ZJ+1K, J+1, K+1, JK+1, JK എന്ന് പറയുന്ന ഓരോ ZJKസിനാണ് നമ്മളതിൻ്റെ വെർട്ടിസസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ PJK എന്ന് പറയുന്നത് ബോൾ സെൻറ്റേർഡ് ZJK വിത്ത് റേഡിയസ് R കണ്ടെയ്ൻഡ് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഡിസ്ക് എന്ന് പറയുന്നത് കോൺവെക്സ് സെറ്റാണ്. അപ്പോൾ നമ്മളൊരു ബോൾ സെൻറ്റേർഡ് അറ്റ് ZJK R എടുക്കുകയാണെങ്കിൽ ആ ZJK നിന്ന് നമ്മൾ വേറെ ഏത് പോയിൻറ്റിലേക്ക് അല്ലെങ്കിൽ ഏത് രണ്ട് പോയിൻറ്റ്സ് നമ്മളൊരു ലൈൻ വരച്ചാലും ആ ലൈനും ആ ബോളിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതാണ് കോൺവെക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ZJK, ZJ+1 എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ വെർട്ടിസസ് പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെർട്ടിസസിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻസാണ് ഈ ക്വാഡ്രിലാറ്ററിൽ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ പോയിൻറ്റ്സും ഈ ബോളിലുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുന്ന ലൈൻസും ആ ബോളിലുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ കണക്ട് ചെയ്യുന്ന എഡ്ജസും ആ ബോളിലുണ്ട്. ആ എഡ്ജസും ആ വെർട്ടിസസും ഉണ്ടെന്ന് പറയുമ്പം അതെന്താണ്, ആ ഹോൾ ക്വാഡ്രിലാറ്ററൽ PJK തന്നെ ആ ബോളിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻഡാന്ന് നമുക്ക് പറയാം. ഇനി നമുക്കൊരു കൺസെപ്റ്റ് അറിയാം. PJK എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവാണ്, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് കർവാണ് നമ്മൾ എടുക്കുന്നത്. ക്വാഡ്രിലാറ്ററിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ എഡ്ജസിനെ കർവായിട്ട് കൺസിഡർ ചെയ്താൽ അതൊരു ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ പ്രപ്പോസിഷൻ 2.15 കേട്ടോ. 2.15 നമ്മൾ ലിമിറ്റ് സുപ്രീമൊക്കെ വെച്ച് പ്രൂവ് ചെയ്തൊരു പ്രപ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് പറയാം ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് PJKയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്. ഇനി അടുത്ത നമ്മൾ QK എന്ന് പറയുന്നൊരു ക്ലോസ്ഡ് പോളിഗൺ എടുക്കുകയാണ്. QK എന്ന് പറയുന്ന ക്ലോസ്ഡ് പോളിഗൺ. QK എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ്, അതിൻ്റെ വെർട്ടിസസ് എന്താണ്, Z0K, Z1K, ZNK എന്ന് പറയുന്ന അതാണ് QK എന്ന് പറയുന്ന ക്ലോസ്ഡ് പോളിഗണിൻ്റെ വെർട്ടിസസ്. ഇപ്പോൾ സപ്പോസ് ഞാൻ എടുക്കുകയാണ് അപ്പോൾ നോക്കുക, ഇവിടെ K കോർഡിനേറ്റ്സിന് മാറ്റമൊന്നുമില്ല, J ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് 1 to n വരെ. നമ്മളത് ഫിഗർ. അപ്പോൾ ഇതിൽ QK എന്ന് പറയുന്ന ക്ലോസ്ഡ് പോളിഗൺ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ PJK എന്ന് പറയുന്ന പോളിഗണിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെർട്ടിസസ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ വെർട്ടിസസ് വന്നിരിക്കുന്നത് ആദ്യത്തെ ZJK ആണ് ഇത്. രണ്ടാമത്തെ J+1K, അതാണ് ഈ വെർട്ടിസ് J+1K. അതായത് ZJയും ZJ+1K എന്ന് പറയുമ്പോൾ J ആണ് ഒന്ന് കൂടിയത്, K എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. അടുത്തത് J+1 K+1 എന്ന് പറയുമ്പോൾ അത് ഈ മൂന്നാമത്തെ വെർട്ടിസ് J+1 K+1. പിന്നെ JK+1 എന്ന് പറയുന്നത് ഇത്. പിന്നെ ZJK എന്ന് പറയുമ്പോൾ നോർമൽ പ്ലേസിൽ തിരിച്ചെത്തി. അതായത് ഈ താഴെയുള്ള രണ്ടെണ്ണമാണ് ZJKയും ZJ+1Kയും. അവിടെ K കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്.
അതേപോലെ മുകളിലുള്ള രണ്ടെണ്ണത്തിൽ സെറ്റ് ജെ പ്ലസ് വണ്ണും സെറ്റ് ജെ കെ പ്ലസ് വണ്ണാണ്. അവിടെ കെ പ്ലസ് വൺ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്, ജെ മാത്രമാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വെർട്ടിസസ് എപ്പോഴും ഇവിടെ ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഇപ്പം ഞാൻ സെറ്റ് ജെ കെ എന്ന് എടുക്കുന്നത് ഇവിടെയാണെങ്കിൽ സെറ്റ് ജെ പ്ലസ് വൺ കെ ഇവിടെയായിരിക്കും, സെറ്റ് ജെ പ്ലസ് ടു കെ ഇവിടെയായിരിക്കും, സെറ്റ് ജെ പ്ലസ് ത്രീ, അങ്ങനെ ജെ പ്ലസ് എവിടം വരെ പോകും, ജെ പ്ലസ് എൻ വരെ ഇതിൽ പോകും. കെ അവിടെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഇവിടെ എടുക്കുമ്പോൾ എന്താണ്, ജെ കെ പ്ലസ് വൺ വരും, ജെ പ്ലസ് വൺ കെ പ്ലസ് വൺ, ജെ പ്ലസ് ടു കെ പ്ലസ് ടു. അതായത് ജെ ടേംസ് ഒന്ന് കൂടിക്കൊണ്ടിരിക്കും, കെ ടേംസ് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സർക്കിളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെയൊക്കെ കെ പ്ലസ് വൺ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ജെ മാത്രം വേരി ചെയ്യും. അതായത് ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ അത് സെറ്റ് ജെ കെ പ്ലസ് വൺ ആയിരിക്കും. ഇവിടെ എടുക്കുമ്പോൾ സെറ്റ് ജെ പ്ലസ് വൺ കെ പ്ലസ് വൺ, പിന്നെ ജെ പ്ലസ് ടു കെ പ്ലസ് വൺ, ജെ പ്ലസ് ത്രീ കെ പ്ലസ് വൺ, അങ്ങനെ ജെ പ്ലസ് എൻ കെ പ്ലസ് വൺ. കെ പ്ലസ് വൺ അവിടെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും, ജെ മാത്രം കൂടും. ഇവിടെ എടുക്കുമ്പോൾ കെ പ്ലസ് ടു കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അതായത് ഓരോ സർക്കിളിലും കെകളാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പോളിഗൺ കൺസിഡർ ചെയ്യുമ്പം എന്തായിരിക്കും ആ പോളിഗണിൻ്റെ ഷേപ്പ് വരിക? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്യൂ കെ എന്ന് പറഞ്ഞൊരു ക്ലോസ്ഡ് പോളികളാണ്. ക്യൂ കെൻ്റെ വെർട്ടിസസ് ആണ് സെറ്റ് 0K, സെറ്റ് 1K, സെറ്റ് NK എന്ന് പറയുന്നത്. അവിടെയൊക്കെ കെ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ 0, 1, 2 എക്സെട്ര n വരെ ജെയുടെ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സർക്കിളിൽ മാപ്പ് ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സെറ്റ് ജെ കെയുടെ വാല്യൂകളൊക്കെ എവിടെയായിരിക്കും? ആ സർക്കിളിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് നമ്മളത് കണക്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മളിപ്പോൾ പോയിൻറ്റ്സ് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ളതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇതാണ് ഒരു സെറ്റ് 0K, സെറ്റ് 1K, സെറ്റ് 2K, സെറ്റ് 3K, സെറ്റ് NK എന്ന് പറഞ്ഞ് എടുക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സർക്കിളിന് മുകളിലുള്ള പോയിൻറ്റ്സ് ആണ്. അതായത് അവിടെ കെയുടെ വാല്യൂസ് കോൺസ്റ്റൻറ്റും ജെ ആണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇതുപോലൊരു പെൻറ്റഗൺ കിട്ടും. പെൻറ്റഗൺ എന്ന് പറയുന്നത് പെൻറ്റഗൺ ആവാം, ഹെക്സഗൺ ആവാം, എങ്ങനത്തെ പോളിഗൺ വേണമെങ്കിലും വരാം. നമ്മൾ എത്ര രീതിയിലാണ് പാർട്ടീഷൻ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ക്യൂ കെ എന്ന് പറയുന്നൊരു പോളിഗൺ ആയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ പെൻറ്റഗൺ വരയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഹെക്സഗൺ വരയ്ക്കുന്ന പോലെ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആയിട്ട് ആ വെർട്ടെക്സ് ആ സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിലുള്ള പോളിഗൺസ് ആയിരിക്കും എന്ത് ക്യൂ കെ എന്ന് പറയുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്യൂ കെ എന്ന് പറയുന്നത് പോളിഗൺസ് ആണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് തോന്നുന്നു. ക്യൂ കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലോസ്ഡ് പോളിഗണായിട്ട് കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ക്യൂ കെ എന്ന് പറയുന്ന ക്ലോസ്ഡ് പോളിഗണാണ്. അതിൻ്റെ വെർട്ടിസ് ഇതാണ്. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ സെറ്റ് 0Kയും സെറ്റ് NKയും ഈക്വൽ ആയിരിക്കും, അതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് ആയത്. അത് നമ്മൾ സെറ്റ് ജെ കെന് നമ്മൾ ഹോമോട്ടോപ്പി വെച്ചിട്ട് ഡെഫിനേഷൻ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കത് ഡയറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കാണിക്കാനുള്ള മെയിൻ പാർട്ട് ഇതാണ്. ഇൻറ്റഗ്രൽ ഓഫ് ഗാമ നോട്ട് എഫ് സെഡ് ഡി സെഡും എല്ലാ Q0, Q1, Q1 എല്ലാത്തിലുള്ള ഇൻറ്റഗ്രൽ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ഗാമ 1 എഫ് സെഡ് ഡി സെഡ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഇനിയും ഒരു പാർട്ടീഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. പാർട്ടീഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സിഗ്മ ജെ ഓഫ് ടി ബിലോങ്സ് ടു ഗാമ നോട്ട് ഓഫ് ടി. ഗാമ നോട്ടിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാണ് സിഗ്മ ജെ എന്നുള്ള പേരിൽ. അപ്പോൾ സിഗ്മ ജെയിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ജെ പ്ലസ് 1 0യും സെറ്റ് ജെ 0യും ചെയ്യുമ്പോൾ നമുക്കൊരു പോളിഗണിൻ്റെ കൂടെ സെറ്റ് ജെ ആഡ് ചെയ്ത ഫിഗർ ആയിരിക്കും കിട്ടുക. ആ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു സെറ്റ് ജെ എന്ന് പറയുന്നത് ഗാമ നോട്ടിനെ പാർട്ടീഷൻ ചെയ്തതാണ്. അതായത് ഇപ്പോൾ ഗാമ നോട്ട് എന്ന് പറയുന്നത് ഞാനൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു സർക്കിളാണ് ഗാമ നോട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ
അതിനെ നമ്മൾ ZJ+1 0യും ZJ0യും രണ്ട് വെർട്ടെക്സ് മാത്രമേ ഉള്ളൂ. ZJ+1 0യും ZJ0 എന്ന് പറയുമ്പോൾ അവിടെ കെയുടെ വാല്യൂ 0 ആണ്, അത് ഫിക്സഡ് ആണ്. ജെയുടെ വാല്യൂസാണ് വേരി ചെയ്യുന്നത്. കെയുടെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ അത് ഗാമ നോട്ടിലുള്ള പോയിന്റുകളായിരിക്കും. 2 പോയിന്റുകളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു ZJK എന്ന് പറയുന്നത് സർക്കിളിന് മുകളിൽ തന്നെയുള്ള പോയിന്റ്സ് ആയിരിക്കും. കെ ഫിക്സഡും ജെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിവിടെ ZJ+1 0 ഇവിടെയും ZJ0 എന്ന് പറയുന്നത് വേറൊരു പോയിന്റ് ഇവിടെയും ആണെങ്കിൽ അതിന് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അതാണ് ഇത് ZJ+1 0യും ZJ0യുടെ ലൈൻ. സിഗ്മ ജെ എന്ന് പറയുന്നത് ഗാമ നോട്ടിൻ്റെ പാർട്ടീഷൻ. ആ സർക്കിൾ മൊത്തമാണ് ഗാമ നോട്ട്. അപ്പോൾ സിഗ്മ ജെ എന്ന് പറയുന്നത് ഈ ഏരിയ ആയിരിക്കും. ഈ ഏരിയ ഗാമ നോട്ടിനെ പാർട്ടീഷൻ ചെയ്ത ഏരിയ. ഈ ലൈൻ എന്ന് പറയുന്നതാണ് എന്ത്? ZJ+1 0യും ZJ0യും. അങ്ങനെ കിട്ടിയ ഫിഗറാണ് ഇത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതെന്ന് പറയുന്നൊരു ക്ലോസ്ഡ് കർവാണ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് തന്നെ ഇതാണ് ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ f(z)dz എന്തായിരിക്കും? ആ ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ZJയുടെ നെഗറ്റീവാണ് എന്ത്? ZJ+1 0യും ZJ0യും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നു. ഇനി നെഗറ്റീവ് സൈൻ വന്നതുകൊണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ പാത്ത് റിവേഴ്സ് ചെയ്യുക. അതായത് ZJ0യും J+1 0 ആകുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ ഇവിടുന്ന് പോയി. അപ്പോൾ ഇൻ്റഗ്രൽ ZJ0 J+1 0 f(z)dz കിട്ടി. ഒന്നുകൂടി പറയാം, ഇതൊരു ക്ലോസ്ഡ് കർവാന്ന് നമുക്ക് മനസ്സിലായി. ക്ലോസ്ഡ് കർവ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സിഗ്മ ജെ പ്ലസ് ZJ+1 0യും ZJ0 എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് കർവാണ്. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ f(z)dz എന്ന് പറയുന്നത് 0 നമുക്ക് കിട്ടി. ഇനി ഇൻ്റഗ്രൽ സിഗ്മ ജെ f(z)dz എന്ന് പറയുന്നത് 0 കിട്ടിയത് കാരണം തന്നെ ഈ കർവിൻ്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് ZJ+1 0 ZJ0ൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ എന്ന് വന്നു. ഇനി അതിന് നമ്മൾ പാത്ത് റിവേഴ്സ് ചെയ്ത് ZJ0യും J+1 0യും എടുത്തപ്പോൾ ആ നെഗറ്റീവ് സൈൻ പോയി f(z)dz ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഇൻ്റഗ്രൽ സിഗ്മ ജെ f(z)dz ഇൻ്റഗ്രൽ ZJ0 ZJ+1 0 f(z)dz നമ്മൾ j = 0 to n-1 വരെ സം ചെയ്യാൻ പോവാണ്. രണ്ട് സൈഡിലും സമ്മേഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം സിഗ്മ ജെ എന്ന് പറയുന്നത് ഗാമ നോട്ടിൻ്റെ പാർട്ടീഷൻസ് ആണ്. അപ്പോൾ j = 0 to n-1 വരെ n-1 വരെ സിഗ്മ ജെസിനെ നമ്മൾ സം ചെയ്യുമ്പോൾ എല്ലാ പാർട്ടീഷൻസിനെയും കൂടി സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹോൾ ഗാമ നോട്ടായിരിക്കും നമുക്ക് കിട്ടുക. സിഗ്മ ജെ എന്ന് പറയുന്നത് ഗാമ നോട്ടിൻ്റെ പാർട്ടീഷൻസ് ആണ്. ആ പാർട്ടീഷൻസിൻ്റെ ഒക്കെ സം എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഗാമ നോട്ട് കിട്ടും. അതേപോലെ ZJ0യും J+1 0 എന്ന് പറയുന്നത് ഗാമ നോട്ട് എന്ന് പറയുന്ന ആ കർവിൻ്റെ ഉള്ളിൽ വരുന്നൊരു ലൈനാണ് അല്ലെങ്കിൽ ഒരു പോളിഗണാണ്. അപ്പോൾ അതിനെയൊക്കെ കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? Q നോട്ട് എന്ന് പറയുന്ന സാധനമാണ് കിട്ടുക. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ സിഗ്മ ജെ എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് ഗാമ നോട്ടിൻ്റെ പാർട്ടീഷൻസ് ആണ്. ഇനി ഞാൻ വേറെ വല്ല Δ1 എന്ന് പറഞ്ഞിട്ട് ഗാമ 1ൻ്റെ പാർട്ടീഷൻസ് എടുക്കുക. ആ പാർട്ടീഷൻസ് നമ്മൾ സം ചെയ്യുമ്പോഴും നമുക്ക് ഇതേ ഫോം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ആ പാർട്ടീഷൻസ് സം ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഗാമ 1 f(z) ഗാമ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് Qn ആയിരിക്കും. ആ Qn എന്ന് പറയുന്ന പോളിഗണായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് സിഗ്മ j = 0 to n-1 ഇൻ്റഗ്രൽ PJK f(z)dz = 0. നമുക്കറിയാം PJK f(z) എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. കാരണം PJK എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവായിട്ടാണ് നമ്മൾ ആ ക്വാഡ്രിലാറ്ററൽ എടുത്തത്. അപ്പോൾ ഇത് 0 നമുക്ക് അറിയുന്നതുകൊണ്ട് ഇതും എന്തായാലും 0 ആയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ PJKയും PJ+1Kയും എടുത്തു. PJK എന്ന് പറയുന്നത് നമുക്കറിയാം. PJK എന്ന് പറയുന്നത് പിന്നെ ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ ഈ കർവിൽ ഇതാണ് PJK എന്ന് പറയുന്നത്. ഇതാണ് PJK എന്ന് പറയുന്നത്. ഇനി PJ+1K എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു ക്വാഡ്രിലാറ്ററും കൂടി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നതായിരിക്കും PJ+1K. ഇങ്ങനെ രണ്ട് ക്വാഡ്രിലാറ്ററൽസ് കിട്ടുമല്ലോ. ആ ഫിഗറിനെയാണ് നമ്മൾ താഴേക്ക് എടുത്ത് വരച്ചിരിക്കുന്നത്.
ഈ ഫോമിൽ. അതായത് ഇതാണ് പി ജെ പ്ലസ് വൺ കെ, അതേപോലെ പി ജെ കെ, ഇത് പി ജെ പ്ലസ് വൺ കെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ക്വാഡ്രിലാറ്ററൽസ്, അടുത്തടുത്ത് വരുന്ന രണ്ട് ക്വാഡ്രിലാറ്ററൽസ്. രണ്ടും ഒന്ന് ഒരു സെഡിലും അടുത്തത് വേറെ സെഡ് ജെ കെ പ്ലസ് വണ്ണിലും ആയിരിക്കും. പിന്നെ നമ്മളതിൻ്റെ വെർട്ടിസസ് നമുക്കറിയാം, നമ്മളതിൻ്റെ ഡയറക്ഷനൊക്കെ അസ്യൂം ചെയ്ത് കൊടുത്തു. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സെഡ് ജെ പ്ലസ് കെൻ്റെ ഡയറക്ഷൻ പി ജെ കെൻ്റെ ഡയറക്ഷൻ നമ്മൾ അതിൻ്റെ പി ജെ കെൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടും പി ജെ പ്ലസ് വൺ കെൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡയറക്ഷൻ താഴോട്ടുമാണ് നമുക്ക് അസൈൻ ചെയ്തത്. ഒരു ക്ലോസ്ഡ് കർവാണല്ലോ. അപ്പോൾ ഈ പി ജെ പ്ലസ് വൺ കെയും ക്ലോസ്ഡ് ആയിരിക്കണം, പി ജെ കെയും ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ, ഈ നടുക്ക് വരുന്ന ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് വരും, ഇത് ക്യാൻസലായി പോകും. അപ്പോൾ ഇപ്പുറത്തേക്ക് നമുക്കിതുപോലെ വേണമെങ്കിൽ ഒരു ജെ പ്ലസ് ടു കെ എന്ന് പറഞ്ഞിട്ടൊരു ക്വാഡ്രിലാറ്ററൽ അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതും ക്യാൻസലായി പോകും, കാരണം ഇതിൻ്റെ ഡയറക്ഷൻ ഇതേ സെയിം കൺസെപ്റ്റിൽ ഇവിടെയും ക്യാൻസലാവും. ഇവിടെയും നമുക്കതുപോലെ പി ജെ മൈനസ് വൺ കെ എന്ന് പറഞ്ഞാൽ വേറൊരു കോർഡിനേറ്റർ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോഴും നമുക്ക് ഇവിടെ നമ്മൾ ക്യാൻസലായ അതേ കൺസെപ്റ്റിൽ ഇതും ക്യാൻസലാവും. അപ്പോൾ ഇപ്പോൾ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? ഇത് രണ്ടും. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആകെ ഉള്ളത് ഇതും 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 മാത്രമാണ് ഉള്ളത്. അത് തന്നെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലുള്ളത് ഇസ് എ പീസ് ഓഫ് മൈനസ് കെ പ്ലസ് വൺ, താഴെയുള്ളത് ഇസ് എ പീസ് ഓഫ് ക്യൂ കെ പ്ലസ് വണ്ണും ക്യൂ കെയും ആട്ടോ താഴെയുള്ളത്. അപ്പോൾ ഇവിടെ താഴെയുള്ളത് ക്യൂ കെയും ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം, ഞാൻ പറഞ്ഞു കെ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കേസിൽ അത് ഒരു പോളിഗണിൻ്റെ വെർട്ടിസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ താഴെ നോക്കുക, സെഡ് ജെ കെ, സെഡ് ജെ പ്ലസ് വൺ കെ, ജെ പ്ലസ് ടു കെ, അതായത് ഓ കെ എന്നല്ല കേട്ടോ, ക്യൂ കെ ആണ്. ക്യൂ കെ എന്ന് പറയുന്ന ഒരു പോളിഗണിൻ്റെ ഒരു പാർട്ടാണ് ഇത്, അല്ലെങ്കിൽ ഒരു പീസാണ് ഇത്രയും. മുകളിൽ നോക്കൂ, കെ പ്ലസ് ജെ, സെഡ് ജെ പ്ലസ് ടു കെ പ്ലസ് വൺ, സെഡ് ജെ പ്ലസ് വൺ കെ പ്ലസ് വൺ, സെഡ് ജെ കെ പ്ലസ് വൺ, അതായത് ക്യൂ കെ പ്ലസ് വൺ എന്ന് പറഞ്ഞൊരു പോളിഗൺ, അതായത് കെ കോൺസ്റ്റൻ്റ് ആയിട്ടല്ല ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു പോളിഗണിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇവിടെ ഡയറക്ഷൻ അസ്യൂം ചെയ്തിരിക്കുന്ന നോക്കൂ, ജെ പ്ലസ് ടു, ജെ പ്ലസ് വൺ, ജെ, ഇങ്ങനെയാണ് ഡയറക്ഷൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ്, നമ്മൾ നെഗറ്റീവ് ഓഫ് ക്യൂ കെ പ്ലസ് വൺ എടുത്തു, ഇത് ക്യൂ കെയും ആയിട്ട് എടുത്തു. നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ബാക്കിയുള്ളത് ഇത് നാലും മാത്രമാണ്. ഇനി നമ്മൾ താഴേക്ക് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നോട്ട് ദാറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് പി ഐ ജെ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് പി ഐ ജെ അല്ല, പി ജെ കെ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് പി ജെ പ്ലസ് വൺ കെ ലീഡ്സ് ടു ദ ഇൻ്റഗ്രൽസ് വിച്ച് ക്യാൻസൽസ് ഔട്ട് ഈച്ച് അതർ. അപ്പോൾ നമുക്കിനി പി ജെ കെൻ്റെ സം എന്ന് പറയുമ്പോൾ ആകെയുള്ളത് ക്യൂ കെൻ്റെ സമ്മും ക്യൂ കെ പ്ലസ് വണ്ണിൻ്റെ സമ്മാണ്. പക്ഷേ ക്യൂ കെ പ്ലസ് വണ്ണിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് ഇൻ്റഗ്രൽ ക്യൂ കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ക്യൂ കെ പ്ലസ് വൺ എഫ് ഓഫ് സെഡ് ഡി സെഡ്, ഇത് 0 എന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി നമുക്ക് ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടിയത് കാരണം ഇൻ്റഗ്രൽ ക്യൂ കെ എഫ് ഓഫ് സെഡ് ഡി സെഡും ഇൻ്റഗ്രൽ ക്യൂ കെ പ്ലസ് വൺ എഫ് ഓഫ് സെഡ് ഡി സെഡും ഈക്വലാണ്. ഇനി നമുക്ക് ഇൻ്റഗ്രൽ ഗാമ നോട്ട് എഫ് സെഡ് എന്ന് പറയുന്നത് നമ്മൾ ക്യൂ നോട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഇൻ്റഗ്രൽ ഗാമ നോട്ട് എഫ് ഓഫ് സെഡ്, ഇൻ്റഗ്രൽ ക്യൂ നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡും ഇൻ്റഗ്രൽ ഗാമ വൺ എഫ് ഓഫ് സെഡ് ഡി സെഡ്, ഇൻ്റഗ്രൽ ക്യൂ വൺ എഫ് ഓഫ് സെഡ് ഡി സെഡും നമുക്ക് അറിയാം. അത് വെച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഗാമ നോട്ട് എഫ് ഓഫ് സെഡ് ക്യൂ നോട്ട് എഫ് ഓഫ് സെഡ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ്, ക്യൂ കെ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇൻ്റഗ്രൽ ക്യൂ കെ പ്ലസ് വൺ എഫ് ഓഫ് സെഡ് ഡി സെഡിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ക്യൂ നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡ് ക്യൂ വണ്ണിനോട് ഈക്വൽ ആണ്. ഒന്ന് പ്ലസ് ചെയ്ത് പോവാം. അങ്ങനെ ഇൻ്റഗ്രൽ ക്യൂ എൻ മൈനസ് വൺ എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ക്യൂ എൻ എഫ് ഓഫ് സെഡ് ഡി സെഡിനോട് ഈക്വൽ ആണ്. ഇനി നമ്മൾ നേരത്തെ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് ഗാമ വൺ എഫ് ഓഫ് സെഡ് ഡി സെഡും ക്യൂ എൻ എഫ് ഓഫ് സെഡ് ഡി സെഡും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ ഗാമ നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡും ഇൻ്റഗ്രൽ ഓവർ ഗാമ വൺ എഫ് ഓഫ് സെഡ് ഡി സെഡും സെയിം ആണ് കിട്ടി. ഇത്രയാണ് തിയറം പറഞ്ഞത്. ഇനി നമ്മൾ കോഷ്യസ് തിയറത്തിൻ്റെ സെക്കൻഡ് വേർഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ജനറലൈസ്ഡ് കണ്ടീഷനാണ്. അല്ലെങ്കിൽ ഗാമ 1 എന്ന് പറയുന്നൊരു കർവും ഗാമ 2 എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് കർവ്, അതായത് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോഷ്യസ് തിയറത്തിൻ്റെ സെക്കൻഡ് ഫോം ഈ തേർഡ് ഫോം തന്നെ കിട്ടും.